ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൈൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ ഈ ഒരു ടോർട്ടോയ്സ് ആണ്. ഇത് സെക്കൻഡ് പൈൽ ഈ ഒരു ലാമ്പാണ്. ഇതിൽ രണ്ടിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുണ്ടെങ്കിലും അത് ഏതാണ് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് നിങ്ങളുടെ പൈലായിട്ട് തെരഞ്ഞെടുക്കുക. ഇത് രണ്ടും ഞാൻ ഇവിടുന്ന് ബോധ്ഗയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് ബിജി മാം ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു ലാമ്പ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് പൈല് ഇതാണ് കേട്ടോ, ഈ ടോർട്ടോയ്സ്. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തി നിങ്ങളുടെ ആരായിരുന്നു, എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നോക്കട്ടെ. അത് പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തി നിങ്ങളുടെ ആരായിരുന്നു. 7 of Scrolls ആണ് വന്നിട്ടുള്ളത്. ഒരു കാർഡ് മതി. ഇനി ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്തായിരുന്നു. എംപറർ, Ace of Swords, Knight of Swords, Page of Cup, Two of Wands, ഒരു കാർഡ് കൂടി എടുക്കാം, Chariot. ജസ്റ്റിസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. എനർജി ഓറക്കിൽ നിന്ന് എന്താണ് കിട്ടണം നോക്കാം. നാച്ചർ ഈസ് കോളിംഗ് യു, പ്രൊട്ടക്റ്റ് വാട്ട് യു ലവ്. ഇതാണ് വന്നിട്ടുള്ളത്. എ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ഇത് നോക്കാം. ഫസ്റ്റ് പൈല് ആദ്യം കിട്ടിയ കാർഡ് 7 of Scrolls എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഇതിൽ ഇൻട്രിക്കസീസ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ചൊരു കാര്യം ചെയ്തിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഒരുമിച്ച് എന്തോ ഒരു കാര്യം ബിൽഡ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ശരിക്കും ഒരു വിലയുള്ള ആൾക്കാർ, വളരെയധികം സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന സൊസൈറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. ഇതിലൊരു റോയൽ ഫാമിലി കണക്ഷനുള്ള ആൾക്കാരാണ്. ഇതൊരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പം ഇത് സാധാ ആൾക്കാരല്ല. കാരണം ഇതിൽ എംപറർ വന്നിട്ടുണ്ട്. ഒരു സാമ്രാജ്യം പണിതുയർത്തിയ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ റോയലായിട്ടുള്ള ആൾക്കാരായിരുന്നിരിക്കണം. അപ്പോൾ ഇതിൽ അങ്ങനത്തെ ഒരു കണക്ഷനാണ് നിങ്ങൾക്കുള്ളത്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുമിച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ആൾക്കാരാണെന്നാണ് കാണുന്നത്. പക്ഷേ ആ വ്യക്തി എന്ന് പറഞ്ഞത് ഒരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആൾ മാത്രം തീരുമാനമെടുക്കും, ആൾ മാത്രം കാര്യങ്ങൾ നിശ്ചയിക്കും. അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ ആൾ അത്ര റോയൽ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്തായാലും. അപ്പോൾ നിങ്ങൾ ഇത് 7 of Scrolls എന്ന് പറയുന്നത് ഒരുമിച്ചൊരു കാര്യം ചെയ്തിരുന്നത് കൊണ്ട് നിങ്ങളും സെയിം എനർജി ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് Ace of Swordsൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ Ace of Swords എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ വീണ്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വന്നു. കാരണം നിങ്ങൾ
തമ്മിലുണ്ടാക്കിയിരുന്ന ഒരു കാർമിക് ആയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു സത്യം റിവീൽ ചെയ്യാൻ വന്നതാണെന്നാണ് കാണുന്നത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടാനാണ് വന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഫുൾഫിൽ ചെയ്യാതെ പോയ എന്തോ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ നിങ്ങൾ വന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് സ്നേഹം ഉണ്ടെങ്കിലും ഈ എംബറർ എനർജിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇമോഷണലി ഒന്നും പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. അത് ഓപ്പണായിട്ട് കാണിക്കാത്ത അങ്ങനത്തെ ഒരാളായിരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ ശരിക്കും സഡനായിട്ട് പറയാതെ പോയ എന്തോ ഒരു എനർജി ഉണ്ട് കേട്ടോ. കാരണം നൈറ്റ് ഓഫ് സോഴ്സ് ഈ ആളൊരു യാത്ര പോയ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളെ ഒരു ഫുൾഫിൽ ചെയ്യാതെ പിരിഞ്ഞു പോയി. ഇത് ഈ ആളൊരു യാത്രയിലാണ്. അപ്പം യാത്ര പോയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരാൾ വളരെ സ്നേഹത്തോടെ കാത്തിരുന്നു. 2 ഫാൻസ് ആണ്. നിറയെ സ്നേഹമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട്. പക്ഷേ അത് പറയാതെ നിങ്ങൾ കൂടുതൽ ആളിനെ പറ്റി മനസ്സിലാക്കിയില്ല. കാരണം അധിക കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. കാരണം ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, ചിലപ്പം അത് ഇപ്പോൾ പണ്ടത്തെ കാലമാണ്, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഒന്നുകിൽ ഒരു ബിസിനസ് യാത്രയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ തരത്തിലുള്ളൊരു യാത്ര പോവേണ്ടി വന്നു. അപ്പോൾ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും ആ വ്യക്തി സ്നേഹം ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് പ്രകടിപ്പിച്ചില്ല. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ പൂർണ്ണമായിട്ടും ആ വ്യക്തി പ്രകടിപ്പിച്ചില്ല എന്നാണ് കാണുന്നത്. ഒരാൾ കാത്തിരുന്നു. ഇതിൽ കണ്ടില്ലേ 2 ഓഫ് വാൻസിൻ്റെ എനർജി. ഒരാൾ കാത്തിരുന്ന് ക്ഷീണിച്ചു എന്നുള്ളതാണ്. ഇതിലും ഒരു ഗ്ലോബ് കാണിക്കുന്നുണ്ട്. ഒരാൾ ഒരു സൈക്കിളുണ്ട്. അപ്പം ഒരു വെയിറ്റിംഗ് എനർജിയാണ്. മറ്റേ ആൾ ഇങ്ങനെ ഈ പോയ ആളിനെ, ഇതിൽ ആൾറെഡി ഒരു ട്രാവലാണ് കേട്ടോ, ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ആ ട്രാവലിനെ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരാൾ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നു. അതും ഈ യാത്ര പോയ ആളിനെ ഒരാൾ കാത്തിരുന്നു. ഈ പോയ ആളിന് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ ആൾ കുറച്ച് ഈഗോ ഉള്ളതുകൊണ്ട് ആൾ പുറത്ത് പറയാതെ പോയി. പക്ഷേ പോയ ആൾ തിരിച്ചു വന്നില്ല. ഇതിൽ ചാരിയട്ടാണ്. അതിൽ പോയ ആളിന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തിയെ തന്നെ കാത്തിരുന്നു എന്നുള്ളതാണ്. ഇത് സിനിമ കാണുമ്പോൾ ആയിപ്പോയി. അപ്പോൾ ഈ ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ കാത്തിരുന്നു. പോയ ആൾ പക്ഷേ തിരിച്ചു വന്നില്ല. ഇതിൽ ഇത് കണ്ടല്ലോ, ഈ ഗ്ലോബ് കാണിക്കുന്നത് വേറെ ഏതോ രാജ്യത്തിലേക്കായിരിക്കും പോയത്. കാരണം ഇതിൽ ഒരു നൈറ്റ് ഓഫ് സോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു വാരിയർ ആയിരിക്കണം. അപ്പോൾ ആ ആള് പോയത് എന്തെങ്കിലും രാജ്യത്തിൻ്റെ ആവശ്യത്തിനെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പോയതായിരിക്കാം. അപ്പോൾ ആ പോയ ആളിന് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത് എന്തിനാണ്? നിങ്ങളുടെ ഒരു സോളിനൊരു മിഷനുണ്ട്. ആ മിഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ആ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജീവിതം, കാരണം കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർ, അവർ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. നിങ്ങൾ നല്ല സൗഹൃദത്തിലായതിനു ശേഷമാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷെ എന്നാൽ പോലും മറ്റേ ആളുടെ ഈഗോ കൊണ്ട് അത് എത്രമാത്രം അഫെക്ഷൻ ഉണ്ടെന്ന് ആൾ പറഞ്ഞില്ല. കാരണം ഇവിടെ ഒരു പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നല്ല സ്നേഹമുണ്ട്, പക്ഷെ ആൾ പറഞ്ഞില്ല എന്നുള്ളതാണ്. ജസ്റ്റിസ്. ഇതിൽ ജസ്റ്റിസ് കാർഡ് പറയണ എന്താണ്? ഇതിലൊരു കർമ്മ ബാലൻസ് ഉണ്ട്. ഒരാളല്ല, രണ്ടുപേരും തമ്മിലൊരു കർമ്മ ബാലൻസ് ഉണ്ട്. എന്നാലേ അത് തീരണമല്ലോ. ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. ആ ഫിനിഷ് ചെയ്യാത്ത ഒരു പാഠം വീണ്ടും ഈ ഒരു ജന്മത്തിൽ പഠിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഇവർ ആ ഒരു ബാലൻസ് പകുതി വിട്ടിട്ട് പോയി എന്തോ ഒരു കാര്യം തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മാത്രമല്ല, നിങ്ങൾ സത്യം അംഗീകരിക്കുകയും വേണം, നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ പിന്നെ അതല്ല, നിങ്ങൾക്കൊരു എന്ത് കാര്യത്തിനൊരു ക്ലോഷറുണ്ട്. അത് സംഭവിക്കാതെ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചു പോയത്, സോറി കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആയി പോയത് കൊണ്ട് ഈ ഒരു ജന്മത്തിൽ ആ ഒരു ക്ലോഷറിന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് കാണുന്നത്.
അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കണക്റ്റ് ആയത്. അതാണ് ഈ ഒരു ജസ്റ്റിസ് കാർഡ് പറയുന്നത്. ഇനി ഇതിൽ നാച്ചർ ഈസ് കോളിങ് യു ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഇമോഷണലി ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് കാണുന്നത് കേട്ടോ. ഇറ്റ് വാണ്ട്സ് ടു ടച്ച് ഫുൾഫിൽ ആൻഡ് പ്രൊട്ടക്റ്റ് യു വിത്തിൻ ഹീലിംഗ് പവേഴ്സ്. അപ്പം ഇത് ഹീൽ ചെയ്യണം. നമ്മൾ ഇത് വാട്ടർ എനർജിയാണ്. അപ്പം ഇത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ ഹീൽ ചെയ്യാതെ ഈ ജന്മം വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഹീൽ ചെയ്യണം എന്നാണ്, ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾ നേച്ചറുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യണമെന്ന് കാണണം കേട്ടോ. ഗ്രൗണ്ടിങ് ചെയ്യണമെന്നൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ നാച്ചുറുമായിട്ട് കൂടുതൽ ചെരുപ്പിടാതെ നടക്കണം. മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തും, ഇതിൽ വാട്ടർ എനർജിയാണ്, അതുകൊണ്ട് തന്നെ പുഴകളുള്ള സ്ഥലത്തും കടലിലും അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് പോകുന്നത് നല്ലതായിരിക്കും ഇതിൽ. അപ്പോൾ ഈ ഗ്രൗണ്ട് ചെയ്താലേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലാക്കണം അങ്ങനെ ചെയ്യണം. ഇതിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ലവ് ആണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. കഴിഞ്ഞ ജന്മത്തിൽ ഒരാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, സാക്രിഫൈസ് ചെയ്തു. നിങ്ങൾ സാക്രിഫൈസ് ചെയ്തു എന്നാണ് കാണുന്നത്. മറ്റേ ആൾ പോയി, പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു. ഇതിൽ ചിലപ്പോൾ ഒരു യുദ്ധത്തിന് പോയതായിരിക്കാം, അങ്ങനെയുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണ്, പെട്ടെന്ന് തീരുമാനിച്ച് പോയതാണ്. അപ്പോൾ ഒരു യുദ്ധത്തിന് പോയതും ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു സമയവും പ്രൊട്ടക്റ്റീവ് ആഡിയോ ലവാണ്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടോ നിങ്ങൾക്ക് ആ വ്യക്തിയോടോ ഒരു പ്രൊട്ടക്ഷൻ. ഇത് കണ്ടില്ലേ, ഒരു ഫോട്ടോയിലൊരു പട്ടിക്കുഞ്ഞിങ്ങനെ ചേർന്നിരിക്കുന്നതാണ്, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്, വളരെ സേഫായിട്ട് ഫീൽ ചെയ്യുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തോ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തോ വളരെ സേഫായിട്ട് ഫീൽ ചെയ്യും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അത് വളരെ കാമായിരിക്കും, വളരെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നതാണ് കാണുന്നത്. ഇതിൽ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ് ആണ് വന്നിട്ടുള്ളത്. സോൾ കണക്ഷൻ കൺഫേം ചെയ്യുന്ന ഒരു കാർഡാണത്. ഇത് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ തീരാതെ പോയ ഒരു കാര്യം ഈ ജന്മത്തിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു ഹയർ പർപ്പസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പം ഇതൊരു റൊമാൻറ്റിക് കണക്ഷൻ മാത്രമല്ല, ഇറ്റ്സ് ടൈം ടു വെൽക്കം ഇറ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ് ആണ്. ഈ ഏജിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അത് നമ്മൾ വെൽക്കം ചെയ്യുന്ന, നമ്മൾ ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല എന്നാണ് കാണുന്നത്. ഇതിലൊരു സ്പിരിച്വൽ ഗ്രോത്ത് അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൽ പിന്നെ മാത്രമല്ല പർപ്പസ് ഉണ്ട്. ഈ ഒരു ലൈഫിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ കാരണം നിങ്ങൾ തമ്മിലൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ സ്പിരിച്വൽ ഗ്രോത്തിൽ എത്തിച്ചേക്കാം. നിങ്ങൾ എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് എത്തിയേക്കാം. കാരണം പാസ്റ്റ് ലൈഫിൽ പകുതി വെച്ചിട്ട് പോയ ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ വളരെ വിഷമിച്ചിരുന്നു എന്നാണ് കാണുന്നത്. കണ്ടില്ലേ, വെയിറ്റ് ചെയ്തു, ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്ത ഒരാളിൻ്റെ എനർജിയാണ്. വേറൊരു സ്ഥലത്തേക്ക് പോയ ഒരാൾ മറ്റൊരാളിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, ജീവിതം തീർത്തു. അപ്പം ആ ജീവിതം തീർത്തത് തിരിച്ച് വീണ്ടും ഒന്ന് ബാലൻസിൽ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത് എന്നാണ് കാണണം. കുറേ ഡീപ്പായിട്ടുള്ള റീഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പാസ്റ്റ് ലൈഫിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ, പാസ്റ്റ് ലൈഫിൽ ഈ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൈലും കൂടെ ഒന്ന് കണ്ടു നോക്കണം. ചില ആൾക്കാർക്ക് ചിലപ്പം സെക്കൻഡ് പൈലും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും, നിങ്ങളത് കണ്ടു നോക്കുക. താങ്ക് യു. ഇത് സെക്കൻഡ് പൈല് ഈ ഒരു ക്യാൻഡിൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജിയാണ്. ഇതാണ് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജിയാണ്. അപ്പം ഇതിൽ നമുക്ക് എന്താണ് ഇതിൽ കിട്ടുന്നതെന്ന് നോക്കാം. എന്തായിരുന്നു ഈ വ്യക്തിയായിട്ട് ഉള്ള ബന്ധം? ദ ആർക്ക് ഓഫ് ദ കോവനന്റ് ആണ് വന്നിട്ടുള്ളത്. കോവനന്റ്, ആർക്ക് ഓഫ് ദ കോവനന്റ് നോക്കാം. അടുത്ത ക്യാരറ്റ് നോക്കാം.
Two of Pentacles, Queen of Cups, Knight of Wands, the Fool, ജസ്റ്റിസ്. ഇതും ഒരു കർമ്മ തീർക്കാൻ വന്നതാണല്ല. Four of Swords. ബോട്ടം വന്നിട്ടുള്ളത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇനി നമുക്ക് ഇതിൽ നോക്കാം എന്താണ്. Have the courage to be free. Rise above the dark days of life. Release your inner rebel. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തവരുടെ കാർഡ്സ്. നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ആർക്ക് ഓഫ് ദ കവനൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷനാണ് കാണുന്നത്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒന്നുകിൽ ഗുരു ശിഷ്യന്മാരായിരുന്നിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ കമ്പാനിയൻസ് ആയിരിക്കാം. അങ്ങനെ അപ്പോൾ ഒരു എന്താണ്, ഈ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നതിലുപരി നിങ്ങൾക്ക് വേറെ ഏതോ തരത്തിലുള്ള ഒരു ഭയങ്കര സ്ട്രോങ് ബോണ്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരു മീൻസ് എന്താണ്, നിങ്ങളെ ഒരു സ്പിരിച്വൽ പാത്തിൽ എത്തിക്കാമെന്നോ നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടെത്താൻ സഹായിക്കാമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു അമ്പലത്തിലെ പൂജാരിമാരോ അല്ലെങ്കിൽ പള്ളിയിലെ പ്രീസ്റ്റുമാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കട്ടെ. എന്തായാലും ഒരു സ്പിരിച്വൽ, രണ്ടുപേരും ഒരേപോലത്തെ സ്പിരിച്വൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പലപ്പോഴും അത് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടി വന്ന ആൾക്കാരായിരിക്കാം. ഇത് ചിലപ്പോൾ അക്കാലത്ത് ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റാതെ വന്നതോ, അല്ലെങ്കിൽ ഇത് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം പുറത്ത് അറിയാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പുറത്തറിയാൻ പറ്റാത്തതോ ഒക്കെ ആയിട്ടുള്ള അത്രയും അങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ഈ ഒരു ഇതിൽ മാത്രമല്ല, ഒരു ഹയർ റിലത്തിൽ പോലും കണക്റ്റഡ് ആയിട്ടിരുന്ന ആൾക്കാർ, അത്രയും സ്പിരിച്വലി അത്രയും ഹയർ ലെവലിൽ നിന്ന് രണ്ട് വ്യക്തികളായിരുന്നു എന്നാണ് കാണുന്നത്. അത്രയും ബോണ്ട് ഈ നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്നാണ് കാണുന്നത്. ഇതിൽ ഈ ഒരു ജസ്റ്റിസ് കാർഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം കർമ്മ ഫിനിഷ് ചെയ്യാൻ വന്ന ആൾ തന്നെയാണ്. ഇതിൽ പണ്ട് നിങ്ങൾ എടുത്തിരുന്ന ഡിസിഷൻ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ തമ്മിൽ യാദൃശികമായിട്ട് കാണുന്നതേ അല്ല കേട്ടോ. നിങ്ങൾ ക്ലോസ് ചെയ്യാത്തത് വീണ്ടും ആ ഒരു എന്ത് കാര്യത്തിനും നമ്മൾ പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണതയിലെത്തേണ്ട ആ ഒരു കാര്യം പൂർണ്ണതയിലെത്താതെ പോയി. ഈ ഒരു ജന്മത്തിൽ അത് പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ട് വന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിൽ രണ്ട് സിറ്റുവേഷനിൽ ഒരുപാട് ജഗിൾ ചെയ്യേണ്ട ആൾക്കാരാണ് ഇതിൽ. അതാണ് ഇതൊരു പേജ് ഓഫ് പെൻറ്റാക്കിൾസ് വന്നത്. പിന്നെ ഒരു ഈ ഫോർ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഐസൊലേറ്റഡ് ആയിരുന്നു. നമുക്ക് ഉണ്ടായിരുന്ന സ്നേഹമോ പ്രണയമോ ഒന്നും പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരായിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് സെപ്പറേറ്റ് ആയിപ്പോയി. മറ്റുള്ളവർ നിർബന്ധിച്ച് നിങ്ങളെ സെപ്പറേറ്റ് ആക്കി എന്നാണ് കാണുന്നത്. ചിലപ്പം ഒരു വലിയ ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹീലായി പോയിട്ടുണ്ടായിരിക്കാം. എന്നാലും നിങ്ങളത് ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ വീണ്ടും ഈ ജന്മത്തിൽ കണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനാണ്. ചിലപ്പോൾ ഇതൊരു സ്പിരിച്വൽ ഗ്രൂപ്പിൽ കണ്ടുമുട്ടിയ ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ഗുരു ശിഷ്യ ബന്ധം തന്നെ ആയിരിക്കാം. പക്ഷെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒരാൾ
ശരിക്കും അത് പറയാതെ പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെന്നാണ് കാണുന്നത്. ഇത് വളരെ സൈലൻ്റ് ആയിട്ട് പ്രണയിക്കേണ്ടി വന്ന ആൾക്കാരുടെ എനർജിയാണ്. ഇതിൽ ഒരു ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതൊരു ഹീലിംഗ് ആണ്. മാത്രമല്ല ഒരു വളരെ ഡെപ്തിൽ ഉള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കാം നിങ്ങൾ. ഒരു നല്ല എംപാത്തായിരുന്നു എന്ന് പറയാം. നല്ല ഇൻഡ്യൂഷനുള്ള, വളരെയധികം സൈക്കിക് നോളജുള്ള ഒരു ആളായിരുന്നു, അങ്ങനത്തെ പറയാം. ഒരു സൈക്കിക് ആയിരുന്നു എന്ന് തന്നെ പറയാം. അത്രയും ഒരു ബോണ്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇമോഷണലി വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്തായാലും. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു ഫെമിനൈൻ എനർജി ക്യാരി ചെയ്തിരുന്ന ആൾ തന്നെയാണെന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ഫെമിനൈൻ, ചിലപ്പോൾ പുരുഷനാണെങ്കിൽ പോലും അത് കൂടുതൽ ഫെമിനൈൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സും ഈ ഫുൾ കാർഡിലും ഈ ജസ്റ്റിസിലും ഒക്കെ ഒരു ഇതിലെല്ലാം ഒരു പ്രസൻസ് വന്നിട്ടുള്ളത് ഒരു ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫെമിനൈൻ ആയിരിക്കാനാണ് സാധ്യത ഇതിൽ. അപ്പോൾ വളരെ നൈറ്റ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ് ഉണ്ടായിരുന്നത്. ഒരിക്കലും ചെറുതായിട്ടുള്ളതല്ല, ഭയങ്കര കഠിനമായ പ്രണയം ഉണ്ടായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല. 2 സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. 2 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ 2 സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് ജഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും പറ്റാതെ മറ്റുള്ളവരുടെ മുന്നിൽ ശരിക്കും ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിന്നു. അല്ലെങ്കിൽ ചിലപ്പം മറ്റുള്ളവരെ അറിഞ്ഞാൽ ഇത് വളരെ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ളൊരു പ്രണയമായിരുന്നു നിങ്ങളെന്നാണ് കാണുന്നത്. പക്ഷേ ഒരാൾ എത്ര വേണോ സഫർ ചെയ്യാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് വീണ്ടും ഇത് ഫിനിഷ് ചെയ്യണമല്ലോ. നമ്മളിപ്പം ഒരു കാര്യം ചെയ്താൽ അത് പൂർണ്ണതയിലെത്തണം. ആ പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ട് മാത്രം ആണ് വീണ്ടും വന്നത്. ഇതിൽ നൈറ്റ് ഓഫ് ഫാൻസും പേജ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും തീവ്രമായ പ്രണയം ഉണ്ടായിരുന്നു തമ്മിൽ. ഈ തീവ്രമായ പ്രണയം ഉണ്ടായെങ്കിൽ പോലും അത് അത്രയ്ക്കും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. 4 ഓഫ് ഫാൻസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റക്കായിപ്പോയി, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആയിപ്പോയി, പറയാൻ പറ്റാത്ത ഒരു കാര്യം. അങ്ങനത്തെ ഇത് ക്യാരി ചെയ്തിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ ഒരു ഇമോഷണലി അങ്ങ് ഒരാൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോയി എന്നാണ് കാണുന്നത് കേട്ടോ. ഒരാൾ ചിലപ്പം കുറച്ച് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരാൾ അതിൽ തന്നെ ഇപ്പോൾ സമൂഹത്തിനെ പേടിച്ചായാലും മറ്റുള്ളവരെ പേടിച്ചായാലും എന്തായാലും ഒരാൾ കുറച്ച് ധൈര്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഒരാൾ ശരിക്കും പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ടായിരിക്കാം, അങ്ങനെയാണ് കാണുന്നത്. ഇതിൽ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയിൽ ഇതിൽ ആ 2 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ ഇത് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ സമൂഹവും ഫാമിലിയും ഒക്കെ ചിലപ്പോൾ എതിർക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. രണ്ട് കാര്യങ്ങളിൽ ജഗിൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. 2 കാര്യം ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാർ തന്നെയാണെന്നാണ് കാണുന്നത്. പക്ഷേ ഫ്രീഡം ഇല്ലായിരുന്നോ? ഇതിൽ ഹാവ് ദ കറേജ് ടു ബി ഫ്രീ ആണ് വന്നിട്ടുള്ളത്. അപ്പം പാസ്റ്റ് ലൈഫിൽ ഫ്രീഡം ഇല്ലാതിരുന്നൊരു ബന്ധം തന്നെയായിരുന്നു. ചിലപ്പോൾ സൊസൈറ്റിയുടേതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടേതായിരിക്കാം. നമ്മൾ ഇമോഷൻസ് ഒരുപാട് അടക്കി വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഒരു സോൾ ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് കാണുന്നത്. അപ്പം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്നോ ഈ ഒരു ബന്ധത്തിൽ നിന്നോ. അതുകൊണ്ടാണ് വന്നത്. റൈസ് അബവ് ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ലൈഫാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്ന ആൾക്കാരാണ്. പാസ്റ്റിൽ ഒരുപാട് വേദനിച്ചു. കാരണം ഒരാൾ സപ്രസ് ചെയ്ത് വെക്കേണ്ടി വന്നു, ഒരാൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറേ ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിൽ
ഈ ഒരു ജന്മം നിങ്ങൾ ഇത് ഹീൽ ചെയ്യണം കേട്ടോ. ഇത് ഹീൽ ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. അതുകൊണ്ടാണ് ഡു നോട്ട് ഫൈറ്റ് ദം ബട്ട് ഹാവ് ഫെയ്ത്ത് ദാറ്റ് ദ ലൈറ്റ് വിൽ ആൾവേസ് റിട്ടേൺ ആണ്. അപ്പം ഇതിൽ പ്രകാശം തിരിച്ചു വരും. അപ്പം നമ്മൾ എത്ര മൂടി വെച്ചാലും ഇത് ഇല്ലാതായി പോകില്ല. അത് പ്രകാശം വീണ്ടും വരും എന്നാണ് കാണുന്നത്. അപ്പോൾ അത് പ്രകാശം എന്ന് വെച്ചാൽ നിങ്ങൾ ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ അത് ഹീൽ ചെയ്യണം, ഹീൽ ചെയ്യാതിരിക്കരുതെന്നാണ് കാണുന്നത്. റിലീസ് യുവർ ഇന്നർ റിബൽ, ബി യുവർ സെൽഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ യൂണിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു റിബലാക്കി നിങ്ങളുടെ സോളിനെ. കാരണം എന്തിനാണ് ഈ സൊസൈറ്റി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ സ്പിരിച്വൽ പാത്തിലായത്, ഞാൻ സ്പിരിച്വൽ വർക്ക് ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് ഫ്രീഡം ഇല്ലാതെ പോയതെന്നൊക്കെ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനത്തെ ഒരു ഇതിലാണ് നിങ്ങളുടെ ആ ലൈഫ് എൻഡായി പോയെന്നാണ് കാണുന്നത്. പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു കാര്യം ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കേണ്ടി വന്നു. നിങ്ങൾക്കൊന്നും ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ തീർന്നു പോയി എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ പണ്ട് സപ്രസ് ചെയ്ത് വെച്ച നിങ്ങളുടെ നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് ഈ ഒരു ജന്മത്തിൽ നിങ്ങളത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഇത് ഒരു കാർമിക് സോൾമേറ്റ് ആണ്. കാരണം ഇതിൽ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾമേറ്റ് എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാകണം എന്ന് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഫ്രീഡം വളരെ വലിയ ഇതായിട്ട് ആഗ്രഹിക്കും. സ്വാതന്ത്ര്യമായിരിക്കും നിങ്ങൾക്ക് എല്ലാം. നിങ്ങൾക്ക് വേറെ ആരെന്ത് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ ഈ പാസ്റ്റിൽ പൂർത്തിയാകാത്ത പെയിൻ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ പൂർണ്ണമായും പെയിൻ പൂർത്തീകരിക്കണം. അത് വീണ്ടും ഒരു വേദന, ഈ ഒരു വ്യക്തി ഈ ഒരു ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത് വീണ്ടും ഒരു യൂണിയനിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ പെയിൻ ഹീൽ ചെയ്യാൻ പറ്റും, അത് ചെയ്യുക. ഇത് സ്പിരിച്വലി ഗൈഡഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യൂണിയൻ ഉണ്ടാകും. യൂണിയൻ എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ യൂണിയൻ അല്ല ഒരിക്കലും, അതൊരു സ്പിരിച്വൽ യൂണിയനാണ്. ഇത് നമുക്കൊരു ടിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്നൊരു ഇതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. കാരണം ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആൾക്കാർ വളരെ റെയറായിട്ടാണുള്ളത്. അത് അവർ വരുന്നത് തന്നെ അവരുടെ സോൾ പർപ്പസ് പൂർത്തിയാക്കാനും മാത്രമല്ല അവരുടെ രണ്ടുപേരുടെയും ഒരു പർപ്പസ്, ഒരുമിച്ചൊരു പർപ്പസ് പൂർത്തിയാക്കാനാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെന്ന് കാണാം. പക്ഷേ ഒരിക്കലും അതൊരു യൂണിയൻ എന്ന് പറയുന്നത് ഞാൻ പൊതുവേ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് സംസാരിക്കാറില്ല. കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ടിൻ ഫ്ലെയിം. നമുക്ക് ഏത് റിലേഷൻഷിപ്പ് വന്നാലും അത് ടിൻ ഫ്ലെയിം ആണെന്ന് പറയും. അങ്ങനെയല്ല, ടിൻ ഫ്ലെയിം വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ടിൻ ഫ്ലെയിം. കൃഷ്ണൻ്റെ ആദ്യം പോലെ അല്ലെങ്കിൽ ശിവനെയും പാർവതിയും പോലെ അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പം അത്രയും ഡീപ്പിൽ പോയൊരു കണക്ഷനാണിത്. ഒരു നോർമൽ കണക്ഷൻ അല്ല. ഈ ഒരു ജന്മത്തിൽ വരുന്നതും ചിലപ്പോൾ അത് യൂണിയൻ അല്ല. അതുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനോ ഒന്നും തന്നെ അല്ല. നിങ്ങളുടെ പർപ്പസ് കണ്ടെത്തുക, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ സ്പിരിച്വലി എന്തായിരുന്നു എന്ന് ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങളെ മനസ്സിലാക്കി തരും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത് അത് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കും. അത് മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കാവൂ. അല്ലാതെ ഒരു യൂണിയൻ എന്ന് പറയുന്നത് ഒരു വിവാഹമോ ഒരുമിച്ചുള്ള ജീവിതമോ ഒന്നും തന്നെ ചിന്തിക്കരുത്. പർപ്പസ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാളാണ്. ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.